ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പെട്ടെന്ന് നമ്മുടെ സൂര്യൻ ഇല്ലാണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോ എന്തായിരിക്കും ശരിക്കും നമുക്ക് സംഭവിക്കുക? സൂര്യനും ഭൂമിയും തമ്മിൽ ഏകദേശം 150 മില്യൺ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ സൂര്യനിൽ നിന്നുള്ള ലൈറ്റ് ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 8 മിനിറ്റും 20 സെക്കൻഡ്സ് എടുക്കും. അതിന്റെ അർത്ഥം 8 മിനിറ്റും 20 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രമാണ് സൂര്യൻ അപ്രതീക്ഷിതമായി പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് ഭൂമിയിൽ നിന്ന് മനസ്സിലാവുള്ളൂ. ഇതിന്റെ റീസൺ എന്താ വെച്ചാൽ ലൈറ്റിന് ഒരു നിശ്ചിത വേഗത ഉള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കണം. പക്ഷെ ചോദ്യം എന്താ വെച്ചാൽ സൂര്യന്റെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് കാരണമാണ് ഭൂമിയും മറ്റുള്ള സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് എല്ലാം സൂര്യന് ചുറ്റും ചുറ്റുന്നത്. അപ്പോൾ പെട്ടെന്ന് സൂര്യൻ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ സൂര്യൻ കാരണം ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് കാരണം ഉണ്ടാവുന്ന ആ ഒരു സോളാർ സിസ്റ്റത്തിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ഭൂമിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിനുള്ള ഉത്തരം നമുക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. സോളാർ സിസ്റ്റം മുഴുവനും സ്കാറ്റേഡ് ആയി പോകും. കാരണം ഇതിനെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ആ ഒരു ഫോഴ്സ് അവിടെ ഇല്ല. പക്ഷേ ഇവിടുത്തെ മെയിൻ ചോദ്യം എന്താ വെച്ചാൽ എത്ര നേരം കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നത്? അതായത് പെട്ടെന്ന് ഒരു നിമിഷം സൂര്യൻ അപ്രതീക്ഷിതമായി പോയി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഭൂമിയിലുള്ളവർക്ക് എപ്പോഴാണ് അറിയാൻ പറ്റുന്നത്? എത്ര നേരം കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുന്നത്? ചോദ്യം വളരെ സിമ്പിൾ ആണെങ്കിലും ഉത്തരവും അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ കുറച്ച് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ലൈറ്റിന്റെ സ്പീഡ് ഉള്ളത് കൊണ്ടാണ് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് 8 മിനിറ്റും 20 സെക്കൻഡ്സും കഴിഞ്ഞിട്ട് ലൈറ്റ് എത്തുന്നത്. അതുപോലെ തന്നെ സൂര്യൻ കാരണം ഉണ്ടാവുന്ന ആ ഒരു ഗ്രാവിറ്റി ഭൂമിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. എത്ര സമയം കൊണ്ടാണ് ഗ്രാവിറ്റി ഭൂമിയിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഗ്രാവിറ്റിക്ക് വേഗതയുണ്ട്, അതായത് സ്പീഡുണ്ട്. ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കാം. അതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിന്റെ സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഗ്രാവിറ്റിക്ക് സ്പീഡ് ഉണ്ടെന്നുള്ള ആ ഒരു തിങ്കിങ്, ആ ഒരു റിയലൈസേഷൻ വരണമെങ്കിൽ നിസ്സാര ബുദ്ധിയൊന്നും പോരാ. ഈ ഒരു റിയലൈസേഷൻ ശരിക്കും നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. അത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസിലേക്കൊക്കെ എത്തുന്നത്. അദ്ദേഹത്തിന്റെ തലയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ ഒരു തിയറിക്ക് ശേഷം ഗ്രാവിറ്റിയുടെ യഥാർത്ഥ സ്പീഡ് കണ്ടുപിടിച്ചത് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ഗ്രാവിറ്റിയുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് ഹോൾ പോലെയുള്ള വലിയ വലിയ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ സഹായം എന്തായാലും വേണ്ടി വരും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ഇപ്പോൾ ഗ്രാവിറ്റിയുടെ സ്പീഡ് ഒരു 100 വർഷത്തിന് ശേഷം കണ്ടുപിടിച്ചിരിക്കുന്നത്. സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിനന്റെ പേരാണ് ഗ്രാവിറ്റേഷൻ റിപ്പിൾസ്. ഇപ്പോൾ റിപ്പിൾസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു കല്ലെടുത്തിട്ട് വെള്ളത്തിലേക്ക് എറിയാന്ന് വിചാരിക്കുക. അപ്പോൾ വെള്ളം കിടന്ന ഒരു വേവ് പോലെ ഇങ്ങനെ പോയില്ലേ? ഒരു കല്ലെടുത്ത് വെള്ളത്തിൽ എറിയുമ്പോൾ വെള്ളത്തിന്റെ സർഫസിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ സ്പേസ് ടൈമിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസിനെയാണ് ഗ്രാവിറ്റേഷണൽ റിപ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളത്തിനെ പോലെ തന്നെ ഗ്രാവിറ്റേഷണൽ റിപ്പിൾസ് ഏകദേശം സെയിം രൂപത്തിലാണ് കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തെ വളരെ ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് വെള്ളത്തിന്റെ എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞത്. അതായത് ആർക്കും മനസ്സിലാക്കാവുന്ന വളരെ സിമ്പിൾ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവിടെ വെള്ളത്തിൽ റിപ്പിൾസ് ഉണ്ടാവാൻ കാരണം ഒരു കല്ലെടുത്ത് ഞാൻ എറിഞ്ഞപ്പോഴാണ്. പക്ഷെ സ്പേസ് ടൈമിൽ റിപ്പിൾസ് ഉണ്ടാവണമെങ്കിൽ വളരെ മാസീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് സഹായം വേണ്ടി വരും. ബ്ലാക്ക് ഹോൾസും ന്യൂട്രോൺ സ്റ്റാർസും പോലെ വളരെ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ സ്പേസ് ടൈമിൽ ഉണ്ടാവുന്ന ആ ഒരു ഡിസ്റ്റർബൻസ്, അതായത് വെള്ളത്തിൽ എന്ന പോലെ തന്നെ ആ ഒരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും ഗ്രാവിറ്റേഷണൽ റിപ്പിൾസ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ മേജർ ഡിഫറൻസ് എന്താ വെച്ചാൽ ഗ്രാവിറ്റേഷണൽ റിപ്പിൾസ് മൂലം ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു വേവ് പോലത്തെ സംഭവം നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ തമ്മിൽ കൂട്ടിയിടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ ബേസ്റ്റ് ചെയ്യോ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് അവിടെ ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഗാലക്സി, നമ്മുടെ യൂണിവേഴ്സ് അക്രോസ് ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഈ ഒരു ഗ്രാവിറ്റേഷണൽ വേവ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാവിറ്റേഷണൽ റിപ്പിൾസ് ട്രാവൽ ചെയ്ത് നമ്മുടെ ഭൂമിയിലൂടെ പാസ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. ഗ്രാവിറ്റേഷണൽ റിപ്പിൾസ് എന്ന് പറയുന്നത് വെറുതെ ഒരു വേവ് മാത്രമല്ല, സ്പേസ് ടൈം എന്നുള്ള ഒരു സംഭവത്തിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതായത് സ്പേസ് ടൈം ഒരു വേവ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പോ ഇതേ സ്പേസ് ടൈമിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ഭൂമി, അല്ലെ? അപ്പോ ഈ ഗ്രാവിറ്റേഷൻ റിപ്പിൾസ്, അതായത് ഈ ഒരു ഡിസ്റ്റർബൻസ് നമ്മൾ ഭൂമി നിൽക്കുന്ന ആ ഒരു സ്പേസ് ടൈമിലൂടെ പാസ് ചെയ്തു പോകും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ഭൂമിയുടെ ഷേപ്പിനെ ചെറിയ രീതിയിൽ എഫക്ട് ചെയ്യും. അതായത് ഭൂമി മുഴുവനും സ്ട്രെച്ച് ചെയ്യുകയോ എലോങ്ങേറ്റ് ചെയ്യുകയോ ചെയ്യും. കാരണം നമ്മുടെ ഭൂമി നിൽക്കുന്ന ആ ഒരു സ്പേസ് ടൈം ആണ് ഇവിടെ റിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭൂമി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറയുന്ന ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് നമ്മുടെ സ്പേസിലൂടെ ട്രാവൽ ചെയ്ത് ഈ ഒരു ഭൂമി നിൽക്കുന്ന ഈ ഒരു സ്പേസ് ടൈമിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമി ഇതേപോലെ കംപ്രസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതായത് കംപ്രസും ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, കംപ്രസും ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും.
മനസ്സിലായില്ലേ? അതായത് ഈ സ്പേസ് ടൈമിൽ പോകുന്ന ഈ ഒരു ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് കാരണമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഇവിടെ ഞാനിത് വളരെയധികം എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചാണെന്നുണ്ടെങ്കിലും ഇൻ റിയാലിറ്റി ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെയധികം നെഗ്ലക്റ്റബിൾ ആണ്, നമുക്ക് അറിയാൻ പോലും പറ്റില്ല. അതായത് ഈ ഒരു എലോങ്ങേഷന്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രോട്ടോണിന്റെ ലെങ്ത് ഉണ്ടാവുള്ളൂ, അത്രയും ചെറിയ രീതിയിലാണ് ശരിക്കും അവിടെയൊക്കെ ഉണ്ടാവുന്നത്. അതിന്റെ അർത്ഥം നമ്മളിപ്പോ നിൽക്കുന്ന ഒരു സ്പേസ് ടൈമിലൂടെ ആ ഒരു ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹൈറ്റ് ചിലപ്പോൾ ഒരു പ്രോട്ടോൺ വെച്ച് കൂടുകയോ കുറയോ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. അപ്പോ ഭൂമിയുടെ ഇത്തരത്തിലുള്ള ചേഞ്ചസിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു എക്യുപ്മെന്റിനാണ് ശരിക്കും നമ്മൾ ലൈഗോ എന്ന് പറയുന്നത്. അതായത് ഏകദേശം 4 കിലോമീറ്ററോളം സ്പാൻ ചെയ്യുന്ന വലിയൊരു സംഭവമാണ് ശരിക്കും. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു അപ്പാരറ്റസിനെയാണ് ശരിക്കും ലൈഗോ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എല്ല് പോലത്തെ ഒരു ഷേപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 4 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോ ഈ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഈ കാണുന്ന ഒരു സ്ഥലത്ത് ഒരു ലേസർ ബീം വെച്ചിട്ടുണ്ടാവും. അതായത് ഈ ഒരു സംഭവം ഒരു ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ ഈ ലേസർ ലൈറ്റിന്റെ തൊട്ടു മുന്നേ തന്നെ ഈ 2 ട്യൂബിന്റെ ആ ഒരു ജംഗ്ഷനിൽ നമുക്കൊരു മിറർ വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഈ മിറർ എന്ന് പറയുന്നത് ശരിക്കും 2-way മിറർ ആണ്. അതായത് 2 സൈഡിലും റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മിറർ ആണിത്. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലേസർ ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ലേസർ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ ലേസർ നേരെ പോയിട്ട് ഈ 2-way മിററിൽ പോയി ഇടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2-way മിററിൽ അടിക്കുമ്പോഴായിക്കോട്ടെ ഈ ലേസർ ബീം സ്പ്ലിറ്റ് ആയിട്ട് 2 ബീമായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആവും. അതിലത്തെ ഓരോ ബീമും ഓരോ ട്യൂബിന്റെ അതോടെ പാസ് ചെയ്ത് ഇങ്ങനെ പോകും. അങ്ങനെ ഈ ലേസർ ബീം ഈ 2 ട്യൂബിലൂടെയും ഏകദേശം 4 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തിട്ട് ഈ ട്യൂബിന്റെ അറ്റത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന മിററിൽ പോയിടിച്ചിട്ട് അത് തിരിച്ചിങ്ങനെ വരും. ഈ തിരിച്ചു വരുന്ന ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഇരുവശത്തു നിന്നും വരുന്ന ലൈറ്റിന്റെ ടൈമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4, പിന്നെ അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നത് കൊണ്ട് പിന്നെ 4, അതായത് ടോട്ടൽ 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ലൈറ്റിന് ട്രാവൽ ചെയ്യേണ്ട ടൈം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒരു ഫോർമുലയിലൂടെ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയാണ് നമുക്ക് ഇവിടുത്തെ എക്സ്പെരിമെന്റിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് നമ്മുടെ ഭൂമിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് ഇങ്ങനെ മാറുന്ന ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെ ചേഞ്ച് ആവുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പോ ഈ ഒരു ഭൂമിയുടെ സർഫസിലാണ് ഈ പറയുന്ന ലൈഗോ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതായത് 4 കിലോമീറ്റർ അങ്ങോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഈ ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് ആണ് നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതോടുകൂടി തന്നെ അതേ സ്പേസ് ടൈമിൽ നിൽക്കുന്ന ഈ ലൈഗോന്റെ ഷേപ്പും, അതായത് ഈ 4 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ രീതിയിൽ കംപ്രസ് ചെയ്യുകയോ എക്സ്പാൻഡ് ചെയ്യുകയോ ചെയ്യും. അതായത് 4 കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോട്ടോണിന്റെ ലെങ്ത്തിൽ മാത്രമായിരിക്കും ആ ഒരു ഡിസ്റ്റൻസ് എന്നൊക്കെ പറയാം, ആ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ 4 കിലോമീറ്റർ പ്ലസ് 1 പ്രോട്ടോണിന്റെ ലെങ്ത്തും കൂടി ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവാം, ചിലപ്പോൾ 4 കിലോമീറ്റർ മൈനസ് 1 പ്രോട്ടോൺ ലെങ്ത്തിന്റെ ആ ഒരു കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇവന്റ് നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഗോയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു സെൻസറിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതായത് ഈ ലൈറ്റ് വന്ന് ഇടിക്കുന്ന ആ ഒരു സമയം ലൈഗോ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ ചെറിയൊരു ഡിഫറൻസ് പോലും ഈ ലൈഗോയുടെ സെൻസേഴ്സിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സമയത്തിന് ഡിഫറൻസ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് ഉണ്ടാവുന്നുണ്ടെന്നാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ എവിടെയോ ഒരു ബ്ലാക്ക് ഹോളോ ഒരു ന്യൂട്രോൺ സ്റ്റാറോ എന്തെങ്കിലും ഒരു സംഭവം ഇടിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സംഭവം കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെയധികം പ്രിസൈസ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഇത്. ലൈഗോ ഫെസിലിറ്റി നമ്മുടെ ലോകത്തുള്ള പലയിടത്തും കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലടക്കം ഈ ഒരു സംഭവം കണ്ടുവരുന്നുണ്ട്. ലൈഗോയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ്. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ലോകത്തിൽ എവിടെയൊക്കെ ലൈഗോ ഫെസിലിറ്റി ഉള്ളതെന്നുള്ളതിനുള്ള ഒരു മാപ്പാണ്. അപ്പൊ 2017 ഇതേപോലുള്ള ഒരു ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് ഫോം ചെയ്യുകയും അത് ആദ്യത്തെ ലൈഗോ ഡിറ്റക്ടറിൽ വന്ന് ഇടിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ സയന്റിസ്റ്റുകാർ വിചാരിച്ചത് ഇത് വെറും നോയ്സ് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 8000 കിലോമീറ്റർ അപ്പുറത്തെടുക്കുന്ന രണ്ടാമത്തെ ലൈഗോ ഡിറ്റക്ടറിൽ പോയി നോക്കി. അവിടെ നിന്നുള്ള ഒബ്സർവേഷൻ സെയിം ആയതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു നോയ്സ് മാത്രമല്ല, ശരിക്കും എവിടെയോ ഒരു ബ്ലാക്ക് ഹോളോ അല്ലെങ്കിൽ എന്തൊരു ന്യൂട്രോൺ സ്റ്റാറോ വന്ന് എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ ആദ്യത്തെ ലൈഗോ ഡിറ്റക്ടറിൽ നിന്ന് രണ്ടാമത്തെ ലൈഗോ ഡിറ്റക്ടറിലേക്ക് ഈ പറയുന്ന ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് കിട്ടാൻ വേണ്ടിയിട്ട് 22 മില്ലി സെക്കൻഡ്സ് മാത്രമാണ് എടുത്തത്. അതായത് 8000 കിലോമീറ്റേഴ്സ് ഗ്രാവിറ്റേഷൻ റിപ്പിൾസിന് ട്രാവൽ ചെയ്യാൻ വേണ്ട സമയം എന്ന് പറയുന്നത് വെറും 22 മില്ലി സെക്കൻഡ്സ് മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമുക്കിവിടെ ഡിസ്റ്റൻസും കിട്ടി,
സമയവും കിട്ടി. അപ്പൊ സ്പീഡ് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഗ്രാവിറ്റിയുടെ സ്പീഡ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് വളരെയധികം ഇൻഅക്യുറേറ്റ് ആയിരിക്കും, അതായത് ഒട്ടും പ്രിസൈസ് ആയിരിക്കില്ല. അപ്പോൾ ഗ്രാവിറ്റിയുടെ യഥാർത്ഥ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വന്നേ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ ഗ്രാവിറ്റേഷൻ റിപ്പിൾസിന്റെ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ 2017 ഈ ഗ്രാവിറ്റേഷൻ റിപ്പിൾസിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 130 മില്യൺ ലൈറ്റ് ഇയർ അപ്പുറം കിടക്കുന്ന ഒരു ഗാലക്സിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെ അതേ ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് തരുന്ന നാസയുടെ ഒരു സ്പേസ് ടെലിസ്കോപ്പ് ഒരു ഗാമ റേ ബേഴ്സ്റ്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സംഭവം ഡിറ്റക്ട് ചെയ്യുകയും ചെയ്ത് നമ്മുടെ ഭൂമിയിലെ ഒരു ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. അതോടുകൂടി തന്നെ ഇത് തന്നെയാണ് ഈ ഒരു ഗ്രാവിറ്റേഷൻ റിപ്പിൾസിന്റെ സോഴ്സ് എന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റി. 130 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറം കിടക്കുന്ന ഈ ഒരു ഗാലക്സിയിലെ 2 ന്യൂട്രോൺ സ്റ്റാർസ് തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായ ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് ആണ് നമ്മുടെ ഭൂമിയിൽ കിട്ടിയിരിക്കുന്നത്. 130 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറം കിടക്കുന്ന ഒരു ഗാലക്സിയിൽ നിന്നുള്ള റിപ്പിൾസ് ആണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് നമ്മുടെ ഭൂമിയിൽ ഡിറ്റക്ട് ചെയ്ത ഏകദേശം അതേ സമയത്ത് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ഗാമ റേ ബേഴ്സ്റ്റും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത്. ലൈറ്റിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ഗാലക്സി 130 മില്യൺ ലൈറ്റ് ഇയർ ഒക്കെ അപ്പുറം കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ അവിടെ നിന്ന് ആ ഒരു ഗാമ റേ ബേഴ്സ്റ്റ് നമ്മുടെ ഭൂമിയിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഗാമ റേ ബേഴ്സ്റ്റ് 130 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ഒരു സംഭവം ആയിരിക്കണം. എന്നാൽ അതേ സോഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഗ്രാവിറ്റേഷൻ റിപ്പിൾസും കൂടിയാണ് നമ്മുടെ ഭൂമിയിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഏകദേശം ഒരേ സമയത്താണ് ഈ ലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നതും ഈ പറഞ്ഞ ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് നമ്മുടെ ഭൂമിയിൽ ഡിറ്റക്ട് ചെയ്യുന്നതും. അതിന്റെ മീനിങ് എന്താണ്? ഗ്രാവിറ്റിയുടെ സ്പീഡും ലൈറ്റിന്റെ സ്പീഡും ഏകദേശം സെയിം ആണ്. പക്ഷെ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ 1.7 സെക്കൻഡ്സ് എന്നുള്ള ഒരു കഥ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതായത് ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് നമ്മുടെ ഭൂമിയിൽ ഡിറ്റക്ട് ചെയ്തിട്ട് 1.7 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഗാമ റേയുടെ ആ ഒരു സംഭവം നമ്മുടെ ഭൂമിയിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് ലൈറ്റിനേലും കൂടുതൽ സ്പീഡ് ഗ്രാവിറ്റിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യമല്ല നമുക്ക് ഇവിടുന്ന് മനസ്സിലായത്. ഈ ഒരു തെറ്റിദ്ധാരണ വെച്ച് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി അയച്ചു തരുന്ന ഒരു സംഭവം കൂടിയാണ്. പക്ഷെ ഇതിന്റെ റിയാലിറ്റി എന്താ വെച്ചാൽ ഈ 1.7 സെക്കൻഡ്സ് ഡിലേ വരാൻ കാരണം ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് എപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഗാമ റേ ബേഴ്സ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ 2 ന്യൂട്രോൺ സ്റ്റാർസും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, അതായത് ആ കൊളിഷനിൽ ഉണ്ടാവുന്ന ആ ഒരു ഇജക്ഷൻ മാത്രമാണ് അത്. അതായത് 2 ന്യൂട്രോൺ സ്റ്റാർസ് പരസ്പരം ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ബൈനറി ഫോർമേഷനിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും ഈ പറഞ്ഞ ഗ്രാവിറ്റേഷൻ റിപ്പിൾസസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ഗാമ റേ ബേഴ്സ്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കോണ്ടാക്ട് വേണം, ഒരു പൊട്ടിത്തെറി വേണം. അപ്പൊ ഈ പൊട്ടിത്തെറി സംഭവിക്കുന്നത് ഈ 2 ന്യൂട്രോൺ സ്റ്റാർസും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോഴാണ്. അതായത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രാവിറ്റേഷൻ റിപ്പിൾസ് ഫോം ചെയ്തിട്ട് 1.7 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് അവിടെ ഈ 2 ന്യൂട്രോൺ സ്റ്റാർസ് തമ്മിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ 1.7 സെക്കൻഡ്സിന്റെ ആ ഒരു ഡിലേ വരുന്നത്. അതിനർത്ഥം ലൈറ്റിനേലും സ്പീഡ് ഗ്രാവിറ്റിക്ക് ഉണ്ടെന്നല്ല. അപ്പോൾ ലൈറ്റിനും ഗ്രാവിറ്റിക്കും ഒരേ സ്പീഡാണെന്നുള്ളൊരു കാര്യം നമുക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഞാൻ ചോദിച്ചു നോക്കാം. സൂര്യൻ പെട്ടെന്ന് ഇവിടുന്ന് അപ്രതീക്ഷിതമായി പോവുകയാണെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡ്സും കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു സൂര്യൻ പോയി എന്നുള്ളൊരു കഥ നമുക്ക് ഭൂമിയിൽ മനസ്സിലാവുള്ളൂ. സൂര്യൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായാലും ഭൂമി 8 മിനിറ്റും 20 സെക്കൻഡ്സും സാധാരണ പോലെ തന്നെ ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാലാണ് ഭൂമി സ്കാറ്റേർഡ് ആയിട്ട് പോവുള്ളൂ. ഒരു കയറിന്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് നമ്മളിങ്ങനെ കറക്കി 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 ഇങ്ങനെ വിടുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, അതായത് എന്റെ കൈ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാന്ന് വിചാരിക്കാം. അപ്പൊ പെട്ടെന്ന് ഞാൻ വിടുന്ന ഒരു സിറ്റുവേഷൻ ആണ് സൂര്യൻ അവിടെ നിന്ന് മാഞ്ഞു പോയെന്ന് വിചാരിക്കാം. അതേപോലത്തെ അവസ്ഥ തന്നെയായിരിക്കും നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഭൂമിക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പ്ലാനറ്റ്സിനും സംഭവിക്കുന്നത്. ഇവിടുത്തെ ഡിഫറൻസ് എന്താ വെച്ചാൽ കല്ലിന്റെ കേസിൽ ഞാൻ എപ്പോൾ കൈവിടുന്നു അപ്പോൾ കല്ലിങ്ങനെ തെറിച്ചു പോകും. പക്ഷെ സൂര്യൻ ഇവിടുന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞാൽ 8 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞിട്ടാണ് ഈ ഭൂമി അവിടെ നിന്ന് തെറിച്ചിങ്ങനെ പോകുള്ളൂ. ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് കാണാൻ കഴിയാത്ത ഒരു സംഭവമായിട്ടുള്ള ഗ്രാവിറ്റിയുടെ സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചതെന്നുള്ളത്. അതിനുള്ള ഉത്തരവാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.